വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് പറയുകയാണ് ഡോക്ടർ ലളിതാംബിക. വിവാദമായി ശസ്ത്രക്രിയ നടത്തിയത് താനല്ലെന്ന് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താൻ വിരമിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള കാലത്തായിരുന്നു ഇതെന്നും അന്ന് യൂണിറ്റ് ചീഫ് എന്ന നിലയിൽ തന്റെ പേര് പറയപ്പെടുന്നത് സ്വാഭാവികമാണെന്നും അവർ പറയുന്നു. അക്കാലത്ത് കോവിഡ് ബാധിതരായ ഗർഭിണികളുടെ ചികിത്സക്കായിരുന്നു താൻ മുൻഗണന നൽകിയിരുന്നത്. 3.5 കിലോ തൂക്കമുള്ളതും ക്യാൻസർ ആണോ എന്ന് സംശയം ഉള്ളതുമായ ഒരു ട്യൂമർ നീക്കം ചെയ്യാനാണ് ഈ പറയുന്ന രോഗിയെ അഡ്മിറ്റ് ചെയ്തത്. എന്നാൽ ആ സമയത്ത് നടന്ന ഈ ഓപ്പറേഷനിൽ താൻ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നും കൂടെ ഡോക്ടർ പറയുന്നു. ഈ സംഭവത്തിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും സിസ്റ്റത്തിന്റെ പരാജയമാണ് ഇതെന്നും ഡോക്ടർ അഭിപ്രായപ്പെട്ടു. ഒരു യൂണിറ്റ് ചീഫ് എന്ന നിലയിൽ തന്റെ പേര് രേഖകളിൽ ഉണ്ടാകാമെങ്കിലും ശസ്ത്രക്രിയ രജിസ്റ്ററും നോട്ടും പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഈ ശസ്ത്രക്രിയ നടത്തിയത് ആരാണെന്ന് വ്യക്തമാകുമെന്നും ഡോക്ടർ പറഞ്ഞു. താൻ ഇന്നുവരെ ചികിത്സക്കായി രോഗികളിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും ഡോക്ടർ ലളിതാംബിക പറയുന്നു. എന്നാൽ ഡോക്ടർക്ക് പണം നൽകിയതായി ഉഷ ജോസഫിന്റെ ബന്ധുക്കൾ നേരത്തെ പറഞ്ഞിരുന്നു. 2021 ലളിതാംബിക ഡോക്ടറെയാണ് കാണിച്ചിരുന്നതെന്നാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഉഷ ജോസഫും പറയുന്നത്. എന്നാൽ അന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് കത്രികയും തുണിയുമൊക്കെ വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടിയ വാർത്തകൾ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഈ ഓപ്പറേഷനൊന്നും ഒരു ഡോക്ടർ ഒറ്റക്കല്ല നടത്തുന്നത്. ഡോക്ടർമാർ, പരിചയസമ്പന്നരായ നഴ്സുമാർ എല്ലാം ചേർന്ന ഒരു സംഘമാണ് അത് ചെയ്യുന്നത്. ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ കണക്കുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തും. ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഈ എടുത്ത ഉപകരണങ്ങൾ എല്ലാത്തിൻ്റെയും കണക്കുകൾ ഒത്തുനോക്കണം. അതിനുശേഷമാണ് ആ മുറിവ് അടക്കുന്നത്. അത് ഉറപ്പുവരുത്തേണ്ടത് ഓപ്പറേഷന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ തന്നെയാണ്. മെഡിക്കൽ കോളേജ് ചിലപ്പോൾ ഈ പ്രൊസീജിയർ കൃത്യമായി നടന്നു കാണില്ല. അത് സർക്കാർ സംവിധാനത്തിന്റെ പ്രശ്നമാണ്. ആരോഗ്യമന്ത്രിയും സർക്കാരും ഒക്കെയാണ് അതിന് ഉത്തരവാദികൾ. ആ നിലക്ക് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറുടെ മാത്രം കുറ്റമായി ഇതിനെ കാണാൻ കഴിയില്ല എന്നതും ശരിയാണ്. എന്നാൽ പിന്നീട് ഈ ലളിതാംബിക ഡോക്ടർ പറയുന്നത് വിചിത്രമായ ചില കാര്യങ്ങളാണ്. ഉഷയുടെ വയറ്റിൽ കുടുങ്ങിയത് കത്രിക അല്ലെന്നും മസ്കിറ്റോ എന്ന വളരെ ചെറിയ സാധനമാണെന്നും ലളിതാംബിക പറയുന്നു. എക്സ്റേയിൽ കാണുന്നത് മാഗ്നിഫൈഡ് വ്യൂ ആണ്. എന്നാലും അത് പോകാൻ പാടില്ല. ഉപകരണങ്ങൾ എണ്ണാൻ സർക്കാർ ആശുപത്രികളിൽ ആളില്ല. ഡോക്ടറും നഴ്സുമാണ് എണ്ണാറുള്ളത്. അതിൽ പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം എന്നാണ് ലളിതാംബിക പറയുന്നത്. ആ രോഗിക്ക് ഇതിനു മുമ്പ് ഓപ്പറേഷൻ ചെയ്തിരുന്നു. അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാമെന്നും കൂടെ ഈ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അതുപോലെ ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയത് കൊണ്ട് മാത്രം രോഗിക്ക് പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും 50 വർഷം വരെ അത് ശരീരത്തിനുള്ളിലിരുന്നാലും ഒന്നും സംഭവിക്കില്ല എന്നുമാണ് ഡോക്ടർ ലളിതാംബിക പറയുന്നത്. പരാതിപ്പെട്ട ഈ രോഗിക്ക് നിരന്തരമായി അനുഭവപ്പെട്ട വേദനയ്ക്ക് കാരണം ആ ഉപകരണമല്ല, മറിച്ച് യൂറിനറി സ്റ്റോൺ ആണെന്ന് അൾട്രാസൗണ്ട് പരിശോധനയിൽ കണ്ടെത്തിയതായും ഡോക്ടർ പറയുന്നു. ഈ വയറ്റിൽ കുടുങ്ങിയ കത്രിക 5 അല്ല 50 വർഷം അവിടെ കിടന്നാലും കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ അത് ആ വേദന അനുഭവിച്ച ഉഷ ജോസഫ് എന്ന സ്ത്രീയെ പരിഹസിക്കുകയാണ്. 10 സെന്റിമീറ്റർ നീളമുള്ള ലോഹകഷ്ണം 5 വർഷമായി കൊടും വേദന സഹിച്ച് വയറ്റിൽ കൊണ്ടു നടക്കുന്ന രോഗിയെയാണ് അവരിങ്ങനെ പരിഹസിക്കുന്നത്. മൂത്രമൊഴിക്കുമ്പോൾ വരെ വയറ്റിൽ നിന്നും ചോര വന്നു തുടങ്ങി എന്നാണ് ഉഷ പറയുന്നത്. 2021 വയറ്റിലെ മുഴ നീക്കാനാണ് ഉഷ ജോസഫ് ഓപ്പറേഷന് വിധേയയായത്. ഓപ്പറേഷന് ശേഷം ഉഷയ്ക്ക് നിരന്തരം വേദന അനുഭവപ്പെട്ടിരുന്നുവെന്നും ആശുപത്രിയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ അത് കാര്യമാക്കിയില്ല എന്നും ഉഷയുടെ ഭർത്തൃ സഹോദരൻ ജോമോൻ പറയുന്നു. സ്കാൻ ചെയ്ത് നോക്കാൻ പോലും ഡോക്ടർമാർ പറഞ്ഞിരുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. അതിന് പിന്നാലെ ബ്ലീഡിങ്ങിനെ തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോഴാണ് ഉഷയ്ക്ക് എക്സ്റേയും സ്കാനും നിർദ്ദേശിച്ചത്. ആ പരിശോധനയിലാണ് വയറ്റിൽ കത്രിക കണ്ടെത്തിയത്. 5 വർഷം മുമ്പ് ഞാൻ വെച്ച കത്രികയാണ് ഇതെന്ന് എങ്ങനെ പറയാൻ കഴിയും? അതിനെന്ത് തെളിവാണ് ഉള്ളതെന്നും ഈ കത്രികയുടെ ശാസ്ത്രീയ പരിശോധന നടത്തി പഴക്കം തെളിയിക്കേണ്ടി വരും എന്നുമൊക്കെ ഒരു ഡോക്ടർ പറയുമ്പോൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നമ്മൾ മലയാളികൾ അന്തം വിട്ടു നിൽക്കുകയാണ്.